ഹലോ, നമ്മളൊരു ഈവനിങ് എൻഗേജ്മെൻറ്റ് പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കവടിയാറുള്ള ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു ലീഡിങ് കാറ്ററിംഗ് സർവീസ് ആയിട്ടുള്ള ഷെമീന കാറ്ററിങ്ങിൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അവരുടെ കാറ്ററിങ്ങിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. ഇങ്ങനെ കരാട്ടെ സ്റ്റൈലിൽ ചായ അടിക്കുന്ന അപ്പനെ നമ്മൾ വേറൊരു കല്യാണത്തിന് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. സോ സെയിം സ്റ്റൈലിലെ ഒരു ചായ അടിയും പിന്നെ എല്ലാ രീതിയിലുള്ള കടികളും ഉണ്ടായിരുന്നു കേട്ടോ. വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു, എല്ലാ ടൈപ്പ് ബജികളുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു, പോപ്സ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് കടികളുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് ചായ, കാപ്പി വേണമെന്നുള്ള കാപ്പി, ഹോർലിക്സ്, ബൂസ്റ്റ്, അങ്ങനെ. പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആണെങ്കിൽ അത് വേറൊരു സെക്ഷനാണ് കേട്ടോ. എല്ലാം ലൈവായിട്ട് തന്നെ അപ്പം ഫ്രൈ ചെയ്തിട്ടുകൊണ്ടേയിരുന്നു, നമ്മൾ അടുത്ത് കഴിച്ചുകൊണ്ടേയിരുന്നു. ഫംഗ്ഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ആദ്യത്തെ ഒരു ടീ കൗണ്ടറൊക്കെ നല്ല രീതിയിൽ കഴിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. നഗറ്റ്സും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ അൽഫുഡി സൂരജേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് വ്ളോഗിങ്ങിനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് പറയാനാണ്, എല്ലാ ടൈപ്പ് ഓഫ് കടികൾ. പിന്നെ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ സമൂസ, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരുടെ തന്നെ ഷമീന കാറ്ററിങ്ങിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ സെയിം ഇതേ പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫുൾ മട്ടൺ, അൽഫാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അകത്ത് കയറിയപ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റേജ് സെറ്റിങ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. സാലഡ് കൗണ്ടേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല കിഡിലായിരുന്നു, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി. ആ ലേറ്റായ സമയത്ത് നമ്മൾ ബാക്കിയെല്ലാം കണ്ടു. പിന്നെ എല്ലാ ഔട്ട്സൈഡ് കൗണ്ടേഴ്സിലെ എല്ലാ കാര്യങ്ങളും കഴിച്ചു. സാലഡ് കൗണ്ടേഴ്സിൽ ക്രീമി ആയിട്ടുള്ളതും അല്ലാതെ ആയിട്ടുള്ളതും, നമ്മുടെ റൈത്ത, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കിണ്ണത്തപ്പം, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സാലഡ് കൗണ്ടേഴ്സിൽ. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, അല്ലാതെ കുറച്ച് സോൾട്ടഡ് ആയിട്ടുള്ളത്, പെപ്പറും സോൾട്ടും സോട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഓഫ് സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് അപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ട ലൈവായിട്ട് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുടെ പ്രിപ്പറേഷൻസ് പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ മിൻറ്റ് ലൈം ഉണ്ടായിരുന്നു. ഞാൻ മിൻറ്റ് ലൈം ആയിരുന്നു ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മിൻറ്റ് ലൈം. ഇവരുടെ എല്ലാ ഫുഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ബ്രൈഡിനും ഗ്രൂമിനും കട്ട് ചെയ്യാനായിട്ട് കേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ആങ്കറിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് മെയിൻ കോഴ്സ് നോക്കിയാൽ അപ്പം, പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, മട്ടൻ കറി, ചിക്കൻ പുലാവ് ഉണ്ടായിരുന്നു, പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ബീഫിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ്, ചിക്കൻ ഫ്രൈയും പ്രോൺസ് മസാല, ടൈഗർ പ്രോൺസ് മസാല വാസ് വേറെ ലെവൽ കേട്ടോ. ഞാൻ ആ സമയത്ത് പീസ് കഴിച്ചിട്ടില്ലായിരുന്നു, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ ടൈമിൽ. അതുകൊണ്ട് ലൈം കഴിച്ച് ഒരു 1.5-2 മണിക്കൂറിന് ശേഷമേ പ്രോൺസ് കഴിക്കാവൂ എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു റിയാക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മന്തൊക്കെ ആയതുകൊണ്ട് റിസ്ക് എടുത്തില്ല. അരപ്പ് മാത്രമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രോൺസ് വാങ്ങി, പക്ഷേ ആ ഒരു പീസ് ഞാൻ എൻ്റെ ബ്രദറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും മോശം പറയാനായിട്ടില്ല. എല്ലാം കിഡിലൻ ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ കുനാഫ മാസ്റ്ററിൻ്റെ സ്പെഷ്യൽ കുനാഫ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ ഷമീന കാറ്ററിങ്ങിൻ്റെ തന്നെ മോൻ്റെ കല്യാണത്തിന് വന്ന സമയത്തും നമ്മൾ സെയിം ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡിലാണ് കേട്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റി ഓഫ് ഫുഡും കാര്യങ്ങളും, ടേസ്റ്റ് ഒരു രക്ഷയില്ല. എൻ്റെ ഇവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ തന്നെയാണ്. അത് കല്യാണത്തിന് വന്ന സമയത്ത് ഇവരുടെ ബിരിയാണിയുടെ കൂടെ ആയിരുന്നാലും കിടിലാണ്. പിന്നെ മട്ടൻ കറി എല്ലാം നല്ല ക്വാളിറ്റി ടെൻഡർ മട്ടൻ പീസസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പ്രോൺസിൻ്റെ കാര്യമായിരുന്നാലും പീസ് ഞാൻ ട്രൈ ചെയ്തില്ല, ബട്ട് ഗ്രേവി വാസ് വേറെ ലെവൽ കേട്ടോ. എൻ്റെ കൂടെ വന്നൊരു കഴിച്ചപ്പം അവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോൺസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പം മിസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. എല്ലാം നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. ഷമീന കാറ്ററിങ് എവിടെ പോയിരുന്നാലും കാറ്ററിങ് ഷമീനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ മേലിൽ വല്ലാത്തൊരു കോൺഫിഡൻസ്, ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡെസേർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ കുനാഫ, ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം ആയിരുന്നു. കുനാഫ പെട്ടെന്ന് തന്നെ കാലിയായിട്ടോ, അത്രമാത്രം ഫാൻസാണ് കുനാഫയ്ക്കുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റി ഐസ്ക്രീമും ആയിരുന്നു. അപ്പോൾ ഷെമീന കാറ്ററിങ്ങിന് നിങ്ങൾക്ക് ഏത് ഇവൻസിനും ധൈര്യമായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും എല്ലാം സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിക്കുന്ന എല്ലാവർക്കും, ഏകദേശം എല്ലാവരുടെയും എന്ത് പറയാനാണ്, സ്റ്റൊമക്കിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നൊരു ടേസ്റ്റാണ്. സോ ഹനീഫ ഹാജി ഷെമീന കാറ്ററിങ്ങിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.